സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ് കണ്ടത്. നമ്മൾ പ്യുവർ ഐഡിയൽ ഗ്യാസിന്റെയും കണ്ടു. പിന്നെ മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസിൽ ഒരു കമ്പോണന്റിന്റെ കെമിക്കൽ പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ എന്താണെന്നും കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് റിയൽ ഗ്യാസ് ആണ്. ഓക്കെ, കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് റിയൽ ഗ്യാസ്. സോ അതറിയുന്നതിന് മുൻപ് ഫ്യുഗാസിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഓക്കെ, അപ്പൊ ഫ്യുഗാസിറ്റി എന്താണെന്ന് അറിയണം. അപ്പൊ ഫ്യുഗാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫിക്ടീഷ്യസ് പ്രഷർ ഓർ കറക്റ്റഡ് പ്രഷർ. അതായത് നമ്മൾ റിയൽ ഗ്യാസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത്, അതായത് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മൾ പറയും ലോ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലാണ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ഒബേ ചെയ്യുക. അതുപോലെ തന്നെ അവർ തമ്മിൽ ഓരോ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ ഇന്ററാക്ഷൻ ഒന്നുമില്ല എന്നുള്ള അസംഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ഗ്യാസും ഐഡിയൽ അല്ല, റിയൽ ആണ്. അപ്പോൾ നമ്മൾ പ്രഷറിന്റെ സ്ഥാനത്ത് നമ്മൾ ഈ മോളിക്കുലർ ഇന്ററാക്ഷൻ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു കറക്റ്റഡ് പ്രഷർ കൊണ്ടുവരികയാണ് റിയൽ ഗ്യാസിന് വേണ്ടിയിട്ട്. ഓക്കെ, ആ കറക്റ്റഡ് പ്രഷറിനെയാണ് നമ്മൾ ഫ്യുഗാസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിന് ഫിക്ടീഷ്യസ് പ്രഷർ എന്നും പറയാറുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് all effect arising due to molecular interaction, and fugacity is the pressure adjusted for the lack of ideality in a real gas. ഒരു റിയൽ ഗ്യാസിന് ഐഡിയൽ ബിഹേവിയർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്യുഗാസിറ്റി എന്ന് പറയുന്നത്. ഇഫ് എ ഗ്യാസ് ഈസ് ബിഹേവിംഗ് ഐഡിയലി, ഫ്യുഗാസിറ്റി ഈസ് ഈക്വൽ ടു പ്രഷർ. ഓക്കെ, അപ്പൊ ഐഡിയൽ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ ഫ്യുഗാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, പ്രഷർ തന്നെയാണ്. So fugacity F is equal to phi into P, where phi is called fugacity coefficient. Ideal ഗ്യാസിന്റെ കേസിൽ ഫൈന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. Therefore F is equal to P, that is fugacity is equal to pressure for ideal gas. ഇനി ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ G എന്ന് പറയുന്നത് G0 plus nRT log P ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തപ്പോ കണ്ടിരുന്നു. അപ്പൊ റിയൽ ഗ്യാസിന്റെ കേസിൽ എന്ത് മാറ്റാ വരിക, ഈ പ്രഷറിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക, F എന്ന് കൊടുക്കുക, ഫ്യുഗാസിറ്റി എന്ന് കൊടുക്കുക. സോ G is equal to G0 plus nRT log F ആണ് റിയൽ ഗ്യാസിന്റെ കേസിൽ. അപ്പൊ നമ്മൾ ഇവിടെ ഇനീഷ്യൽ സ്റ്റേറ്റ് കൺസിഡർ ചെയ്യാണ് G1. G1 എന്ന് പറയുന്നത് G0 plus nRT log F1. അതുപോലെ തന്നെ G2 എന്ന് പറയുന്നത് G0 plus nRT log F2. അപ്പൊ ഡെൽറ്റ G എന്ന് പറയുന്നത് G2 മൈനസ് G1 ആണ്. അപ്പൊ G0 മൈനസ് G0 എന്ന് പറയുമ്പോൾ അത് 0 എന്ന് വരും. ദെൻ nRT log F2 മൈനസ് nRT log F1. അപ്പൊ രണ്ടിലും nRT കോമൺ ആണ്. സോ nRT ഇൻറ്റു ലോഗ് F2 മൈനസ് ലോഗ് F1. ലോഗ് F2 മൈനസ് ലോഗ് F1 എന്ന് പറയുന്നത് ലോഗ് F2 ബൈ F1 ആണ്. അപ്പൊ ഡെൽറ്റ ജിക്ക് നമുക്ക് nRT ലോഗ് F2 ബൈ F1 എന്ന് കിട്ടി. ഓക്കെ, ദെൻ നമ്മൾ ഐഡിയൽ ഗ്യാസ് കൺസിഡർ ചെയ്തപ്പം അവിടെ പ്യുവർ ഐഡിയൽ ഗ്യാസിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് കണ്ടിരുന്നു, മ്യൂ ഈക്വൽ ടു μ0 പ്ലസ് RTln P ആണെന്ന് കണ്ടിരുന്നു. സോ റിയൽ ഗ്യാസിന്റെ കേസിൽ എന്ത് മാറ്റാ വരിക, പിക്ക് പകരം നമ്മൾ എഫ് കൊടുത്താൽ മതി. സോ മ്യൂ ഈക്വൽ ടു μ0 RT ലോഗ് F. അതുപോലെ തന്നെ ഐഡിയൽ ഗ്യാസ് മിക്സ്ചറിന്റെ കേസിൽ നമ്മൾ മ്യൂ ഈക്വൽ ടു μ0 പ്ലസ് RT ലോഗ് PI എന്നാ കൊടുത്തേ. ഓക്കെ, അതിന് പിന്നെ നമ്മൾ മോൾ ഫ്രാക്ഷന്റെ ടോട്ടൽ പ്രഷർ കൊടുത്തു. ഇവിടെ നമുക്ക് ഇത് റിയൽ ഗ്യാസ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കുന്നില്ല. μI ഈക്വൽ ടു μ0I പ്ലസ് RT ലോഗ് FI ആണ്. സോ അതാണ് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ റിയൽ ഗ്യാസിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മ്യൂ ഈക്വൽ ടു μ0 പ്ലസ് RT ലോഗ് F, പ്യുവർ റിയൽ ഗ്യാസിന്റെ കേസിൽ. ഓക്കെ, മിക്സറിന്റെ കേസ് ആണെങ്കിൽ μI ഈക്വൽ ടു μ0I പ്ലസ് RT ലോഗ് FI ആണ്. ഇനി നമ്മളിവിടെ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ കൺസിഡർ ചെയ്യാണ്. സോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് F ബൈ F0 ആണ്, where F is equal to fugacity in that state, whereas F0 is the fugacity in the standard state. ഓക്കെ, ആക്ടിവിറ്റിക്കുള്ള വേറെ എക്സ്പ്രഷൻ ആണ് ഗാമ ഇൻറ്റു പി. ഓക്കെ, ഗാമ ഇൻറ്റു പി. അല്ലെങ്കിൽ നമ്മൾ സൊല്യൂഷൻസ് ഐഡിയൽ ഡയല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ പ്രഷറിനെ മാറ്റിയിട്ട് എന്ത് കൊടുക്കും, കോൺസെൻട്രേഷൻ എന്ന് കൊടുക്കും. സോ ഗ്യാസസിന്റെ കേസിൽ ആക്ടിവിറ്റി is equal to ഗാമ പി ആണ്. ആൻഡ് ഐഡിയൽ ഡയല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ ആക്ടിവിറ്റി is equal to ഗാമ ഇൻറ്റു കോൺസെൻട്രേഷൻ ആണ്. അപ്പോ കൺസിഡർ ഇക്വിലിബ്രിയം ഇൻ ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, മെഷർ ഓഫ് ഇറ്റ്സ് ഇഫക്റ്റീവ് കോൺസെൻട്രേഷൻ. ഐഡിയൽ ഡയല്യൂട്ട് സൊല്യൂഷനിൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, മെഷർ ഓഫ് ഇറ്റ്സ് ഇഫക്റ്റീവ് കോൺസെൻട്രേഷൻ. സോ നമ്മൾ ആക്ടിവിറ്റിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എഫ് ബൈ F0 ആണ്. അപ്പൊ നമ്മൾ ഗ്യാസസിന്റെ കേസിൽ ആക്ടിവിറ്റി എങ്ങനെയാ വരുന്നത് നോക്കാണ്. ഓക്കെ, അപ്പൊ ഗ്യാസസിന്റെ കേസിൽ F0 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അതായത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 ബാർ പ്രഷർ ആണ്. സോ F0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ F0ക്ക് നമ്മൾ 1 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, A ഈക്വൽ ടു F എന്ന് കിട്ടും റിയൽ ഗ്യാസ് ആവുന്ന കേസിൽ.
ആൻഡ് ഐഡിയൽ ഗ്യാസ് ആവുന്ന കേസിൽ എഫ് എന്ന് പറയുന്നത് എന്താണ്? പി ആണ്. സോ ആക്ടിവിറ്റി ഈസ് ഈക്വൽ ടു പ്രഷർ ആണ്. റിയൽ ഗ്യാസസിന്റെ കേസിൽ, ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ആക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ഫ്യൂഗാസിറ്റി ആണ്. So activity of each component of gas is equal to its partial pressure. Activity of each component of gas is equal to its partial pressure. Activity of each component of gas is equal to its partial pressure. ഇനി നമ്മൾ ഗ്യാസസിന്റെ കണ്ടു, ആക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ഫ്യൂഗാസിറ്റി ആണ് റിയൽ ഗ്യാസിന്. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ആക്ടിവിറ്റി ഈസ് ഈക്വൽ ടു പ്രഷർ ആണ്. ദെൻ പ്യുവർ സോളിഡ് അല്ലെങ്കിൽ പ്യുവർ ലിക്വിഡ് ആവുന്ന സമയത്ത് ആക്ടിവിറ്റി എപ്പോഴും എന്തായിരിക്കും? യൂണിറ്റി ആയിരിക്കും. ആക്ടിവിറ്റി ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി ഐഡിയൽ സൊല്യൂഷൻ അറ്റ് ഇൻഫൈനൈറ്റ് ഡയല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടു സൊല്യൂഷൻ്റെ എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു, കണ്ടില്ലേ നമ്മൾ എക്സ്പ്രഷൻ എ ഈക്വൽ ടു ഗാമ ഇൻറ്റു കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ഇൻഫൈനൈറ്റ് ഡയല്യൂഷൻ ആവുന്ന സമയത്ത് ഗാമന്റെ വാല്യൂ 1 ആണ്. അപ്പൊ നമ്മുടെ എ എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ എന്ന് വരും. സോ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ മോൾ ഫ്രാക്ഷൻ ആവാം, അല്ലെങ്കിൽ മൊളാലിറ്റി ആവാം, അല്ലെങ്കിൽ മൊളാരിറ്റി ആവാം. ഓക്കെ, അപ്പൊ ഇൻഫൈനൈറ്റ് ഡയല്യൂഷനിൽ കണ്ടു. അപ്പൊ നമ്മള് ഗ്യാസസിന്റെ കേസിൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫ്യൂഗാസിറ്റി ആണ് റിയൽ ഗ്യാസ് ആണെങ്കിൽ. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ആക്ടിവിറ്റി ഈസ് ഈക്വൽ ടു പ്രഷർ ആണ്. ഇനി പ്യുവർ സോളിഡ് ആൻഡ് പ്യുവർ ലിക്വിഡ് ആണെങ്കിൽ ആക്ടിവിറ്റി യൂണിറ്റി ആണ്. ദെൻ ഐഡിയൽ സൊല്യൂഷൻ ആയിട്ട് ഇൻഫൈനൈറ്റ് ഡയല്യൂഷൻ ആണെങ്കിൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ നമ്മൾ ഫ്യൂഗാസിറ്റി, ഓക്കെ, ഗ്യാസൻസിന്റെ കേസിൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫ്യൂഗാസിറ്റി ആണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട എക്സ്പ്രഷനിലൊക്കെ ഫ്യൂഗാസിറ്റിക്ക് പകരം ആക്ടിവിറ്റി കൊടുക്കാനും പറ്റും. അപ്പൊ നമുക്ക് വേറൊരു എക്സ്പ്രഷനും കിട്ടും. സോ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് പ്യുവർ റിയൽ ഗ്യാസ് എന്ന് പറയുന്നത് മ്യൂ ഈക്വൽ ടു μ0 പ്ലസ് RT ln F ആണ്. ഓക്കെ, അവിടെ എഫിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? എ കൊടുത്തു. അതുപോലെ തന്നെ മിക്സ്ചർ ഓഫ് റിയൽ ഗ്യാസ് വരുമ്പോഴും μI ഈക്വൽ ടു μ0 I പ്ലസ് RT log FI ആയിരുന്നു. അവിടെ നമുക്ക് ഫ്യൂഗാസിറ്റിക്ക് പകരം AI എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ഇനീഷ്യൽ സ്റ്റേറ്റിലെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് μ01 പ്ലസ് RT ln A1 ആണ്. ആൻഡ് ഫൈനൽ സ്റ്റേറ്റിലേത് μ02 പ്ലസ് RT ln A2 ആണ്. അപ്പൊ ചേഞ്ച് ഇൻ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് μ2 മൈനസ് μ1 ആണ്. അപ്പൊ μ0, ഇത് രണ്ടും μ0 ആണ്. ഓക്കെ, μ0 മൈനസ് μ0 എന്ന് പറഞ്ഞാൽ 0 ആവും. ദെൻ RT log A2 ബൈ A1 എന്ന് വരും. ആൻഡ് n ഈക്വൽ ടു 1 ആവുന്ന കേസിൽ ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ മ്യൂ ആണ്. നമുക്കറിയാം മ്യൂ എന്ന് പറയുന്നത് എന്താണ്? മ്യൂ ഇസ് ഈക്വൽ ടു ജി ബൈ എൻ ആ. അപ്പൊ n ഈക്വൽ ടു 1 ആവുന്ന കേസിൽ എന്ത് വരും? മ്യൂ ഈക്വൽ ടു ജി, ദറ്റ് ഈസ് ഡെൽറ്റ മ്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ജി എന്ന് വരും. സോ ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ മ്യൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു RT ln A2 by A1, RT ln A2 by A1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ n മോൾസ് ഓഫ് റിയൽ ഗ്യാസ് ആണെങ്കിൽ ഡെൽറ്റ ജി ഈക്വൽ ടു nRT log A2 by A1. ആൻഡ് n മോൾസ് ഓഫ് ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഡെൽറ്റ ജി എന്ന് പറയുന്നത് nRT log ഐഡിയൽ ഗ്യാസ് ആകുമ്പോൾ ആക്ടിവിറ്റിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? P എന്ന് കൊടുക്കാം. ഓക്കെ, P2 by P1 എന്ന് വരും. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ റിയൽ ഗ്യാസസിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ ആണ് നോക്കിയത്. ഐഡിയൽ ഗ്യാസ് പോലെ തന്നെയാണ്. ഓക്കെ, അവിടെ നമ്മൾ പ്രഷറിന് പകരം എന്ത് കൊടുക്കണം? ഫ്യൂഗാസിറ്റി എന്ന് കൊടുക്കണം. അപ്പൊ നമുക്ക് പ്യുവർ റിയൽ ഗ്യാസിന് മ്യൂ ഈക്വൽ ടു μ0 പ്ലസ് RT ln Fഉം ആൻഡ് മിക്സ്ചർ ആവുമ്പോൾ μI ഈക്വൽ ടു μ0 I പ്ലസ്. ഓക്കെ, പ്യുവർ ഗ്യാസിന്റെ കേസിൽ നമുക്ക് എന്ത് കിട്ടി? പ്യുവർ റിയൽ ഗ്യാസിന്റെ കേസിൽ മ്യൂ ഈക്വൽ ടു μ0 പ്ലസ് RT ln F. ഓക്കെ, ദെൻ മിക്സ്ചർ ആകുമ്പോൾ അതിലൊരു കമ്പോണന്റിന്റെ μI ഈക്വൽ ടു μ0 I പ്ലസ് RT log FI എന്ന് കിട്ടി. ഓക്കെ, ആൻഡ് അവിടെ നമ്മൾ ആക്ടിവിറ്റി കണ്ടു. ഗ്യാസസിന്റെ കേസിൽ ഫ്യൂഗാസിറ്റിയും ആക്ടിവിറ്റിയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ എഫിന് പകരം എ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വേറൊരു എക്സ്പ്രഷനും കൂടി കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മുടെ പാർഷ്യൽ മോളർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ആ പോർഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്? തേർഡ് ലോയിലേക്ക് കടക്കുകയാണ്.